ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അത് വൈകിട്ടത്തേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനേ. ഞാൻ പുറത്ത് കൊണ്ടിരുന്ന് കഴുകാൻ എന്താണെന്നറിയാവോ, സന്ധ്യയായി, ഭയങ്കര കൊതുകാണേ. അവിടെ നിന്ന് കഴുകുവാണെങ്കിൽ കൊതുകെല്ലാം കൂടെ എന്നെ പൊക്കിയെടുത്ത് അയ്യത്തോട്ട് കൊണ്ടിടും. അതുകൊണ്ടാണ് ഞാൻ അകത്ത് തന്നെ വെച്ച് കഴുകി വൃത്തിയാക്കിയത്. ആ കൊഞ്ചിൻ്റെ മോൾഭാഗത്തെ ഒരു ഞരമ്പുണ്ട്, അതെടുത്ത് കളയണേ, ഇല്ല ഗ്യാസ് കയറും. അതിനുശേഷം അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വറുത്ത് കോരിയെടുക്കണേ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം, എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിങ്ങനെ തന്നെ വറുത്ത് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചോപ്പറിൻ്റെ അകത്തോട്ട് കുറച്ച് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. അതാകുമ്പോൾ ഈസിയല്ലേ, എളുപ്പം നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇടണേ. കറിവേപ്പില ഇല്ലാതെ എന്ത് കൊഞ്ചല്ലേ. നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും കൂടി ഇതിൽ കൂടെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ടത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് അത് നന്നായിട്ട് അതിൻ്റെ ഒരു എണ്ണ തെളിയുന്നിടം വരെ വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടണേ. അടിപൊളി കൊഞ്ച് റോസ്റ്റ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണേ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ള നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് നൈറ്റ്, ടാറ്റാ.